മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വാണ്ടഡ്. ഇന്നലെ ഏപ്രിൽ 12 പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ സറീന ഹോട്ടലിൽ വെച്ച് ലോകം ഉറ്റുനോക്കിയ ഒരു സമാധാന ചർച്ച നടക്കുകയുണ്ടായി. അമേരിക്കയും ഇറാനും ആയിരുന്നു അതിൽ പങ്കെടുത്ത ഇരുപക്ഷത്തുള്ള രാജ്യങ്ങൾ. ഈ ഇസ്ലാമാബാദിലെ സറീന ഹോട്ടലിലേക്ക് ഇറാൻ പ്രതിനിധികൾ കടന്നു വന്നത് തന്നെ പാശ്ചാത്യ ശൈലി ഉപേക്ഷിച്ച് ടൈ ഇല്ലാതെ വെറുതെ സൂട്ട് പണിഞ്ഞാണെത്തിയത്. കറുത്ത സൂട്ട് വെളുത്ത ഷർട്ടും ആണ് ഇറാനെ പ്രതിനിധീകരിച്ചെത്തിയ 71 അംഗ സംഘം അണിഞ്ഞിരുന്നത്. ആ സംഘത്തെ നയിച്ചത് പാർലമെൻറ്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഫർ ഖാലിബാഫും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമാണ്. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം പാശ്ചാത്യ ശൈലിയിൽ ടൈയും കോട്ടും ധരിച്ചാണ് നയതന്ത്ര ചർച്ചകളിൽ ഇറാൻ പങ്കെടുത്തിരുന്നത്. മേശയ്ക്കപ്പുറത്താകട്ടെ അമേരിക്കൻ സംഘം ടൈയും കെട്ടി പാശ്ചാത്യ സൂട്ടുകൾ പണിഞ്ഞാണ് എത്തിയത്. മറുവശത്ത് നേരത്തെ പറഞ്ഞതുപോലെ പാശ്ചാത്യ ശൈലിയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇറാൻ്റെ സാംസ്കാരിക പ്രതിരോധമെന്ന വിധം ടൈ ഉപേക്ഷിച്ച് കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ഉപയോഗിച്ച് അവർ മേശയ്ക്ക് ഇരുവശവും ഇരുന്നു എന്നുള്ളതാണ്. ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾക്ക് സന്മനസ്സുണ്ട്, പക്ഷെ വിശ്വാസമില്ല എന്നാണ് ഇറാൻ സ്പീക്കർ ഖാലിബാഫ് പറഞ്ഞത്. 21 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് തുടക്കമിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഏപ്രിൽ 22 രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ അവസാനിക്കുകയാണ് വലിയൊരു ശൂന്യതയും നിശബ്ദതയും സൃഷ്ടിച്ചുകൊണ്ട് പാകിസ്ഥാൻ മണ്ണിലെ സമാധാന ചർച്ച വിഫലമായി തീർന്നത്. ഒരു വിഫലമായ യാത്രയായി അത് അവസാനിക്കുകയായിരുന്നു. ചർച്ചകൾ അലസിപ്പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇറാനെതിരെ കടുത്ത ഭീഷണിയുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തിയത്. US നാവികസേന ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഞങ്ങളെ വെടിവെക്കുകയോ സമാധാനപരമായി പോകുന്ന കപ്പലുകളെ വെടിവെക്കുകയോ ചെയ്താൽ അവരെ, അതായത് ഇറാനെ, നരകത്തിലേക്ക് അയക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. ഉചിതമായ സമയത്ത് ഇറാനെ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആണവോർജ പദ്ധതികളിൽ നിന്ന് പിൻവാങ്ങണം എന്ന ആവശ്യമാണ് US അമേരിക്ക പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഇത് ഇറാൻ അംഗീകരിച്ചില്ല. അതുപോലെ തന്നെ അവരുടെ മറ്റൊരാവശ്യം യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ ഉപേക്ഷിക്കണം എന്നുള്ളതുമായിരുന്നു. ഈ ഒരു രണ്ട് വ്യവസ്ഥകൾ ആണ് പ്രധാനമായിട്ടുള്ളത്. ഇത് രണ്ടും ഇറാൻ അംഗീകരിച്ചില്ല എന്നുള്ളതാണ് ചർച്ച പുരോഗമിക്കാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണമായി US വാദം. ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിൻ്റെ 30% കടന്നു പോകുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. അത് തുറക്കാതെ ചർച്ചയില്ലെന്ന് അമേരിക്ക നിലപാട് സ്വീകരിച്ചു. ഇത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് വരുന്ന നാളുകളിൽ ഇപ്പോൾ തന്നെ ലോകമെല്ലാം അതിൻ്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇസ്ലാമാബാദിലെ ചർച്ച ഞായറാഴ്ച എങ്ങനെ അലസിപ്പിരിക്കുകയാണ് ഉണ്ടായത്. ധാരണയിൽ എത്താത്തതിനെ തുടർന്ന് മടങ്ങുകയാണെന്ന് US സംഘത്തെ നയിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കുകയുണ്ടായി. അനാവശ്യമായ ഉപാധികളാണ് US മുന്നോട്ട് വെച്ചതെന്ന് ഇറാൻ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തു. ഇതോടെ വെടിനിർത്തൽ ചർച്ച വീണ്ടും അനിശ്ചിതത്വത്തിലായ അവസ്ഥയിലാണ്. US ചർച്ച പുനരാരംഭിക്കാൻ തിടുക്കമൊന്നുമില്ലെന്നും
പന്ത് അമേരിക്കയുടെ കളത്തിലാണുള്ളതെന്നും ഇറാൻ വ്യക്തമാക്കി. 21 മണിക്കൂറിനിടെ 5 തവണയാണ് 5 റൗണ്ട് ചർച്ചയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് 2026 ഫെബ്രുവരി 28-നാണ് ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആക്രമണം അഴിച്ചുവിട്ടത്. യുദ്ധം ആരംഭിക്കുന്നതെന്നാണ്. ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖൊമൈനി കൊല്ലപ്പെട്ടു. ഇതോടെ ഇറാൻ പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങളിലേക്കും കേന്ദ്രങ്ങളിലേക്കും അവരുടെ ആസ്തികളിലേക്കും ആക്രമണം അഴിച്ചുവിട്ടു. ഇസ്രായേലിലേക്കും പ്രത്യാക്രമണം നടത്തുകയായിരുന്നു. ഇപ്പോഴും ഹിസ്ബുല്ലയുടെ പേരിൽ ലബനാനിൽ ഇസ്രായേൽ വ്യാപകമായ ആക്രമണം തുടരുകയാണ്. ഇതിനിടയിൽ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്ക് അറുതി വരുത്താൻ റഷ്യ മുൻകൈയെടുക്കാം എന്ന് വ്ളാഡിമിർ പുടിൻ ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി റഷ്യയുടെ മണ്ണിലേക്ക് സമാധാനത്തിൻ്റെ പ്രതീക്ഷകളുമായി ലോകം കാത്തിരിക്കണം എന്നുള്ളതാണ് അവസ്ഥ.